ഡിയർ ഫ്രണ്ട്സ്, കെംബിറ്റ്സ് ചാനലിലൂടെ ഇന്നു മുതൽ നമ്മൾ BSc കെമിസ്ട്രി സബ്സിഡിയറി പ്രാക്ടിക്കൽസ് ഡിസ്കസ് ചെയ്യാൻ ആരംഭിക്കുകയാണ്. BSc മേജർ ഫിസിക്സ്, ബോട്ടണി, സുവോളജി, ഹോം സയൻസ്, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, ജിയോളജി, ബയോടെക്നോളജി, ഇങ്ങനെ എല്ലാ മേജറിൻ്റെയും സബ്സിഡിയറി കെമിസ്ട്രി വരുന്ന പ്രാക്ടിക്കൽസിനെ കുറിച്ചാണ് നമ്മുടെ ഡിസ്കഷൻ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണ് ചെയ്യുന്നത്. പ്രാക്ടിക്കൽസിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് എക്സാമിനേഷന് വരുന്നത്, അതിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രൊസീജിയർ എഴുതുന്നത്, ഒരു എക്സ്പെരിമെൻ്റ് ഡിസൈൻ ചെയ്യുന്നത്, പ്രത്യേകിച്ച് വോളിമെട്രിക് എക്സ്പെരിമെൻ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യാം, അതിൻ്റെ ഇൻഡിക്കേറ്റർ എങ്ങനെ സെലക്ട് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതിന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ഇതുവരെയായിട്ട് പല പ്രാക്ടിക്കൽ എക്സ്പെരിമെൻറ്റ്സും ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എസെൻഷ്യൽ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, പ്രാക്ടിക്കൽ വോളിമെട്രിക് എക്സ്പെരിമെൻറ്റ്സിൻ്റെ എസെൻഷ്യൽ സ്റ്റെപ്സ് എന്താണ്, അതിനൊരു ബേസാണ് ഇന്നിടുന്നത്. തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ പ്രൊസീജിയർ എങ്ങനെ എഴുതാം, വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ, സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കാം, ഈ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കൂടുതൽ സമയം ഒരു വീഡിയോയിൽ ചിലവഴിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ വീഡിയോ ആയിട്ടാണ് നമ്മളിടുന്നത്. ആ വീഡിയോസ് ചേർത്ത് വായിച്ചുകൊണ്ട് അവസാനം നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ വോളിമെട്രിക് എക്സ്പെരിമെൻറ്റിന് എങ്ങനെ ഒരു പ്രൊസീജിയർ എഴുതാം, അതെങ്ങനെ പെർഫോം ചെയ്യാം, എങ്ങനെ റിസൾട്ട് എങ്ങനെയാണ് എഴുതുന്നത്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിച്ച് പഠിച്ച് നിങ്ങൾ 100% മാർക്സ് പ്രാക്ടിക്കലിന് വാങ്ങുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഒരു സംരംഭത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ BSc സബ്സിഡിയറി സ്റ്റുഡൻസും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, ഡിസ്കസ് ചെയ്യണം. ഇതിൻ്റെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ് ഡിസ്കഷൻ ഓൺ BSc കെമിസ്ട്രി പ്രാക്ടിക്കൽസ്. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വോളിമെട്രിക് അനാലിസിസ്, അസിഡിമെട്രി ആൻഡ് ആൽക്കലിമെട്രി, BSc ഓൾ മേജേഴ്സ് വിത്ത് കെമിസ്ട്രി സബ്, ഇങ്ങനെ എല്ലാ വിഭാഗം സ്റ്റുഡൻസിനും സബ്സിഡിയറി പ്രാക്ടിക്കലിന് അസിഡിമെട്രി, ആൽക്കലിമെട്രി കോമൺ ആണ്. നമുക്ക് ആദ്യം എക്സ്പെരിമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് 0.05 നോർമൽ 0.05 നോർമൽ HCl യൂസിങ് സോഡിയം കാർബണേറ്റ് ആസ് പ്രൈമറി സ്റ്റാൻഡേർഡ്. അടുത്ത എക്സ്പെരിമെൻറ്റ് എസ്റ്റിമേഷൻ ഓഫ് സ്ട്രോങ് ബേസ് ആൻഡ് വീക്ക് ബേസ് യൂസിങ് സ്റ്റാൻഡർഡൈസ്ഡ് HCl. C. Estimation of NaOH using standard oxalic acid and standard HCl. രണ്ട് എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് അത് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് NaOH, that is approximately 0.05 normal using oxalic acid as the primary standard. Then estimation of strong acid using standardized NaOH. And lastly, estimation of a mixture of sodium hydroxide and sodium carbonate using standard acid. ഇത്രയും എക്സ്പെരിമെൻ്റാണ്. അപ്പോൾ ഞാൻ ഈ എക്സ്പെരിമെൻ്റ് വായിച്ചത് എന്തിനെന്നാൽ നമുക്കിവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്. അതായത് പ്രൈമറി സ്റ്റാൻഡേർഡ് നമ്മൾ കേട്ടു, സോഡിയം കാർബണേറ്റ് ആസ് പ്രൈമറി സ്റ്റാൻഡേർഡ്. അത് കഴിഞ്ഞ് വീണ്ടും ഓക്സാലിക് ആസിഡ് ആസ് പ്രൈമറി സ്റ്റാൻഡേർഡ്. അപ്പം ഇതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്, എന്താണ് പ്രൈമറി സ്റ്റാൻഡേർഡ്. അപ്പോൾ പ്രൈമറി സ്റ്റാൻഡേർഡിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കണം.
പിന്നെ നമ്മൾ പറഞ്ഞു സ്റ്റാൻഡർഡൈസേഷൻ. രണ്ടാമത്തത്, ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രൈമറി സ്റ്റാൻഡേർഡ് എന്താണ്, 2 സ്റ്റാൻഡർഡൈസേഷൻ എന്താണ്, 3 എസ്റ്റിമേഷൻ എന്താണ്. ഇതിനപ്പുറം ഒരു കാര്യം കൂടിയുണ്ട്, പ്രിപ്പറേഷൻ ഓഫ് എ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം ഓരോരോ ടൈട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, നിങ്ങളൊരു നോട്ട്ബുക്ക് എടുക്കുക, പേന എടുക്കുക, പറയുന്ന കാര്യങ്ങൾ എഴുതി മനസ്സിലാക്കി പഠിക്കുക. ഈ ഡിസ്കഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോ എക്സ്പെരിമെൻറ്റിൻ്റെയും പ്രൊസീജിയർ എങ്ങനെ എഴുതുന്നു, എത്ര സ്റ്റെപ്സ് ഉണ്ട്, പ്രൊസീജിയർ എങ്ങനെ എഴുതാം എന്ന കാര്യങ്ങളും കൂടി മനസ്സിലാക്കാൻ സഹായകമാകും. അപ്പോൾ റെഡി ആയിരിക്കുക. ഓക്കെ, നമുക്ക് ടൈട്രേഷന് ആസിഡിമെട്രി, ആൽക്കലിമെട്രി ടൈട്രേഷൻ അല്ലെങ്കിൽ ആസിഡ് ബേസ് ടൈട്രേഷൻ, ഇതിന് നമുക്ക് 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ വേണം, അതുപോലെ അൺനോൺ സൊല്യൂഷൻ, അതായത് എസ്റ്റിമേഷന് അത് നമുക്ക് തരുന്നതാണ്, നമ്പേർഡ് ബോട്ടിൽ തരും സൊല്യൂഷൻ. അപ്പോൾ ഈ 2 സൊല്യൂഷനും വെച്ചിട്ടാണ് നമുക്ക് ടൈട്രേഷൻ ആരംഭിക്കേണ്ടത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുക? അപ്പോൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എ സൊല്യൂഷൻ ഓഫ് നോൺ സ്ട്രെങ്ത്, നമുക്ക് അതിൻ്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സ്ട്രെങ്ത് അറിയാവുന്ന സൊല്യൂഷനാണ്. ഇത് പേര് സൂചിപ്പിക്കുന്ന പോലെ അൺനോൺ സൊല്യൂഷനാണ് എസ്റ്റിമേഷനുള്ള സൊല്യൂഷൻ. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു അൺനോൺ സൊല്യൂഷനെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്താണ്? ഫ്രം നോൺ ടു അൺനോൺ അല്ലേ? നോൺ സബ്സ്റ്റൻസിൽ നിന്ന് അൺനോൺ സബ്സ്റ്റൻസിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. പക്ഷേ അതത്ര എളുപ്പമല്ല. കാരണം നമ്മൾ എടുക്കുമ്പോൾ ഈ സ്റ്റാൻഡേർഡ് സൊല്യൂഷനും അൺനോൺ സൊല്യൂഷനും തമ്മിൽ റിയാക്റ്റിംഗ് ആണോ എന്ന് നോക്കണം. തമ്മിൽ റിയാക്റ്റ് ചെയ്യുക മാത്രമല്ല, ഒരു ആസിഡ് ബേസ് ടൈട്രേഷൻ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റർ മെത്തേഡാണ്. ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ആസിഡ് ബേസ് ടൈട്രേഷൻ ചെയ്യുന്നത്. അപ്പം ഡയറക്റ്റായിട്ട് റിയാക്റ്റ് ചെയ്യണം, ഡയറക്റ്റ്ലി റിയാക്റ്റിംഗ് സൊല്യൂഷൻ ആയിരിക്കണം. അതുപോലെ ആ സൊല്യൂഷൻ്റെ റിയാക്ഷൻ കംപ്ലീറ്റ് ആയെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ ആഡ് ചെയ്താൽ ഒരു കളർ ചേഞ്ച് നമുക്ക് കിട്ടുകയും വേണം. ഓക്കെ, അപ്പം ഇൻഡിക്കേറ്റർ കളർ ചേഞ്ച് തരാൻ പറ്റുന്ന ഡയറക്റ്റ്ലി റിയാക്റ്റിംഗ് ആയിട്ടുള്ള 2 സൊല്യൂഷനെ തമ്മിലാണ് നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഇതിൻ്റെ തിയററ്റിക്കൽ പാർട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഓരോരോ എക്സ്പെരിമെൻ്റായിട്ട് പ്രാക്ടിക്കൽ എക്സ്പെരിമെൻ്റ് ചെയ്യാവുന്ന കാര്യങ്ങളും മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലാബിൽ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ പ്രൊസീജിയർ എഴുതുന്നതും മനസ്സിലാക്കാം. ഓക്കെ, അതിനായി ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യും. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ചില സബ്സ്റ്റൻസ് തരും. ആ സബ്സ്റ്റൻസ് ഒരു പ്രൈമറി സ്റ്റാൻഡേർഡ് ആയിരിക്കണം. അപ്പോൾ പ്രൈമറി സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് നമുക്ക് ക്രിസ്റ്റൽ രൂപത്തിൽ തരും, സോളിഡായിട്ട് തരും. അതിനെ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എത്ര വോളിയം സൊല്യൂഷനാണോ ആവശ്യമുള്ളത് ആ വോളിയത്തിലേക്ക് കാൽക്കുലേറ്റഡ് എമൗണ്ട് സബ്സ്റ്റൻസ് വെയിറ്റ് എടുത്ത് ആഡ് ചെയ്ത് ഡിസോൾവ് ചെയ്തിട്ട് യൂണിഫോം കോൺസെൻട്രേഷനാക്കി നമ്മൾ അതിനെ ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷനാക്കി മാറ്റണം അല്ലേ? അതിന് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് ഉണ്ട്, വെയിങ് അപ്പാരറ്റസ് ഉണ്ട്, ബാലൻസ് ഉണ്ട്, ഇലക്ട്രോണിക് ബാലൻസ് ഉണ്ട്. അതിൽ സബ്സ്റ്റൻസ് വെയിറ്റ് എടുക്കും. അങ്ങനെ വെയിറ്റ് എടുത്ത് സൊല്യൂഷനാക്കി അങ്ങനെ നമ്മളൊരു സ്റ്റാൻഡേർഡ് സൊല്യൂഷനെ തയ്യാറാക്കും. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ പ്രൊസീജിയർ എന്താണ്? ഫസ്റ്റ് വെയിറ്റ് കാൽക്കുലേഷൻ ഓഫ് പ്രൈമറി സ്റ്റാൻഡേർഡ്. അപ്പോൾ അതിന് മുമ്പായിട്ട് പ്രൈമറി സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് ഏതാണെന്ന് പറയണം.
പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ സബ്സ്റ്റൻസ് ആയിരിക്കും. ഇതെല്ലാം തിയററ്റിക്കൽ പാർട്ടാണ്. ഒരു സ്റ്റേബിൾ സബ്സ്റ്റൻസ് ആയിരിക്കും. അത് അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടിക്കൽ എക്സ്പെരിമെൻറ്റ് കണ്ടീഷനിൽ സ്റ്റേബിളായിരിക്കണം. അതുപോലെ തന്നെ അതിന് ഡെലിക്വസൻ്റ് ആകാൻ പാടില്ല, റെഡിലി അവൈലബിൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയുന്നില്ല. പ്രാക്ടിക്കൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് അസിഡിമെട്രി ആൽക്കലിമെട്രിയിൽ നിങ്ങൾക്ക് തരുന്ന രണ്ട് സബ്സ്റ്റൻസാണ്. ഒന്ന് അൺഹൈഡ്രസ് സോഡിയം കാർബണേറ്റ്, Na2CO3 സോഡിയം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ആയിരിക്കും തരുന്നത്. മറ്റൊന്ന് ഓക്സാലിക് ആസിഡ് ക്രിസ്റ്റൽസ്, ഓക്സാലിക് ആസിഡ് ക്രിസ്റ്റൽസ്. അപ്പോൾ ഇത്രയും എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അൺഹൈഡ്രസ് സോഡിയം കാർബണേറ്റ് ക്രിസ്റ്റൽസ്, അതുപോലെ തന്നെ ഓക്സാലിക് ആസിഡ് ക്രിസ്റ്റൽസ് അല്ലേ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. അൺഹൈഡ്രസ് സോഡിയം കാർബണേറ്റ്. സോഡിയം കാർബണേറ്റ് ഫോർമുല Na2CO3 ആണ്. അൺഹൈഡ്രസ് എന്ന് പറയുന്ന ഒട്ടും അതിനകത്ത് ഈർപ്പമുണ്ടാകാൻ പാടില്ല, ഡ്രൈ ആയിരിക്കണം സബ്സ്റ്റൻസ്. ഈ സോഡിയം കാർബണേറ്റ് പ്രൈമറി സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഈ പ്രൈമറി സ്റ്റാൻഡേർഡ് നമ്മൾ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ ആയതുകൊണ്ട് പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു അസിഡിക് സബ്സ്റ്റൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ബേസിക് സബ്സ്റ്റൻസ് ആണ്. നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ഇവിടെ സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സോൾട്ട് ഓർ ഫോംഡ് ഫ്രം സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് H2CO3 ദാറ്റ് ഈസ് കാർബോണിക് ആസിഡ്. സോഡിയം ഹൈഡ്രോക്സൈഡും കാർബോണിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ് Na2CO3 കിട്ടുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബേസും കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു വീക്ക് ആസിഡുമാണ്. അതുകൊണ്ട് തന്നെ സോഡിയം കാർബണേറ്റിൻ്റെ അക്വസ് സൊല്യൂഷൻ അവിടെ സ്ട്രെങ്ത് കൂടിയത് ബേസാണ്. അതുകൊണ്ട് അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം കാർബണേറ്റ് വിൽ ബി ബേസിക് ഇൻ ക്യാരക്ടർ. അതുകൊണ്ട് Na2CO3 ഒരു ബേസായിട്ട് ആക്ട് ചെയ്യും. പക്ഷേ NaOH പോലെ സ്ട്രോങ് ബേസ് ആണോ? അല്ല, ഇറ്റ് ഈസ് എ വീക്ക് ബേസ്. അപ്പോൾ ഒരു കാര്യം പിടികിട്ടി നമുക്ക്, സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ അതെന്ന് പറയുന്നത് ഒരു വീക്ക് ബേസ് ആയിരിക്കും. അടുത്തത് നമുക്ക് പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് കിട്ടുന്നത് ഓക്സാലിക് ആസിഡാണ്. H2C2O4 ദാറ്റ് ഇസ് COOH. ഓർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചതാണ് COOH, ദാറ്റ് ഇസ് ഓക്സാലിക് ആസിഡ്. H2C2O4. പക്ഷേ അത് ക്രിസ്റ്റലൈൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് 2 മോളിക്യൂൾസ് ഓഫ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഉണ്ടായിരിക്കും. ഇതാണ് ക്രിസ്റ്റലൈൻ ഓക്സാലിക് ആസിഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണ്, ഈ ഓക്സാലിക് ആസിഡ് നമ്മുടെ HClO, HNO3, H2SO4 പോലെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആസിഡല്ല, അതൊരു ഓർഗാനിക് ആസിഡാണ്. അതുകൊണ്ട് തന്നെ അതൊരു വീക്ക് ആസിഡാണ്. അപ്പം എന്ത് ചെയ്യാം? നമുക്ക് തന്നിട്ടുള്ള 2 പ്രൈമറി സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ്, നമുക്ക് തരാൻ സാധ്യതയുള്ള 2 പ്രൈമറി സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസും വീക്കാണ്. ഒന്ന് ഒരു വീക്ക് ബേസാണ്, ദാറ്റ് ഈസ് Na2CO3. മറ്റൊന്ന് ഒരു വീക്ക് ആസിഡാണ്, ദാറ്റ് ഈസ് ഓക്സാലിക് ആസിഡ്. ഇത് വെച്ചുകൊണ്ട് വേണം നമുക്ക് ടൈട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ കെമിസ്ട്രി എക്സ്പെരിമെൻറ്റ് തരുന്നത് എസ്റ്റിമേഷൻ ഓഫ് എ ബേസ് ആൻഡ് യു ആർ സപ്ലൈഡ് വിത്ത് Na2CO3. ഒരു ബേസിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറയും. അത് ഒരു പക്ഷേ Na2CO3 ആകാം, K2CO3 ആകാം, NaOH ആകാം, അല്ലെങ്കിൽ KOH ആകാം. ഒരു ബേസിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറയും. തരുന്ന സബ്സ്റ്റൻസ് പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ് ആയിരിക്കും. ദിസ് ഈസ് യുവർ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ്. ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് എസ്റ്റിമേഷൻ ഓഫ്
an acid, and you will be given H2C2O4 2H2O. പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ഓക്സാലിക് ആസിഡ് ക്രിസ്റ്റൽസ് തരും. നോക്കണേ, ഒരു ആസിഡിനെ എസ്റ്റിമേറ്റ് ചെയ്യണം, നമുക്ക് തരുന്നത് ആസിഡ്. ഒരു ബേസിനെ എസ്റ്റിമേറ്റ് ചെയ്യണം, നമുക്ക് തരുന്നത് ഒരു ബേസ്. ഇവിടെയാണ് നമുക്ക് ജോലി വരുന്നത് അല്ലേ. ബേസും കൂടെ റിയാക്ട് ചെയ്യത്തില്ല, ന്യൂട്രലൈസേഷൻ നടക്കത്തില്ല. അതുപോലെ ആസിഡും കൂടെയും റിയാക്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻഡിക്കേറ്റർ മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. ഇൻഡിക്കേറ്ററിന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ ഇൻഡിക്കേറ്ററിനെ നമ്മൾ pH ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് പറയുക. pH ഇൻഡിക്കേറ്റേഴ്സ്, ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഇവിടെ ടൈട്രേഷൻ എടുക്കുകയാണ്. എസ്റ്റിമേഷൻ ഓഫ് എ ബേസ് യൂസിങ് പ്രൈമറി സ്റ്റാൻഡേർഡ് എ ബേസ്. Then estimation of an acid using primary standard an acid. അപ്പോൾ ഈ തന്നിട്ടുള്ള സബ്സ്റ്റൻസ് വെച്ചിട്ട് നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കും. ആ സൊല്യൂഷനും ഈ സൊല്യൂഷനും തമ്മിൽ റിയാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവരെ എങ്ങനെ കണക്റ്റ് ചെയ്യും? അതുപോലെ ഈ കേസിലും ഇവരെ എങ്ങനെ കണക്റ്റ് ചെയ്യും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിനായിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, എസ്റ്റിമേഷൻ ഓഫ് എൻ ആസിഡാണ്. അപ്പോൾ ഇവിടെ ഓക്സാലിക് ആസിഡ് തന്നു. അപ്പോൾ ഇവിടെ ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ HCl പറയാം, HNO3 പറയാം, H2SO4 പറയാം. മൂന്നും സ്ട്രോങ് ആസിഡാണ്. അതുപോലെ തന്നെ ഓക്സാലിക് ആസിഡും ഇവിടെ ചോദിക്കാം. അതായത് തന്നതും നമുക്ക് ക്രിസ്റ്റലായിട്ട് തന്നതും ഓക്സാലിക് ആസിഡാണ്. എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് തരുന്നതും ഒരു ഓക്സാലിക് ആസിഡ് സൊല്യൂഷൻ ആകാം. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയാണ് ആസിഡ് എസ്റ്റിമേഷൻ. അതുപോലെ ബേസ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് കാറ്റഗറിയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാറ്റഗറി ഇവിടെ ബേസിൽ Na2CO3 ആൻഡ് K2CO3 എന്ന് പറയുന്നത് വീക്ക് ബേസസ് ആണ്. വീക്ക് ബേസസ്. NaOHും KOHും സ്ട്രോങ് ബേസസ് ആണ്. അതുപോലെ HCl, HNO3, H2SO4 സ്ട്രോങ് ആസിഡ്സ് ആണ്. H2C2O4 വീക്ക് ആസിഡാണ്. അപ്പോൾ വീക്ക് ബേസ് ആയാലും സ്ട്രോങ് ബേസ് ആയാലും നമുക്ക് സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് ഒരു വീക്ക് ബേസ് ആണ്. സ്ട്രോങ് ആസിഡ് ആയാലും വീക്ക് ആസിഡ് ആയാലും നമുക്ക് സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു വീക്ക് ആസിഡാണ്. അവിടെയും പ്രശ്നം അല്ലേ. അപ്പോൾ വീക്ക് ബേസും ബേസ് തമ്മിൽ റിയാക്ട് ചെയ്യത്തില്ല. പിന്നെ വീക്ക് ബേസും അങ്ങനെ വീക്ക് ആകുകയാണെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് വേണം നമ്മൾ ടൈട്രേഷൻ ചെയ്യാൻ. ഇതിനെല്ലാം ഒരു പരിഹാരമാണ് നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ്? അപ്പോൾ നമ്മുടെ ചലഞ്ച് എന്താണ്? നമുക്ക് ഒരു വീക്ക് ബേസ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ബേസ് എസ്റ്റിമേറ്റ് ചെയ്യണം. പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വീക്ക് ബേസാണ്. ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ചലഞ്ച് അല്ലേ. ഇനി മറ്റൊരു രീതിയിലും നമുക്ക് ഒരു ചലഞ്ച് തരാം. എസ്റ്റിമേഷൻ ഓൺ ദ സൊല്യൂഷൻ ഒരു വീക്ക് ആസിഡോ ഒരു സ്ട്രോങ് ആസിഡോ ആയിരിക്കും. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഒരു വീക്ക് ആസിഡാണ്. ഇതിൻ്റെ പേരുകൾ നിങ്ങൾക്കറിയാം. വീക്ക് ബേസ് ഇവിടെ Na2CO3 ആണ്. വീക്ക് ആസിഡ് ഇവിടെ ഓക്സാലിക് ആസിഡാണ്. ക്ലിയർ അല്ലേ? ഇവിടെ വീക്ക് ബേസ് ആയിട്ടുള്ളത് ആരൊക്കെയാണ്? Na2CO3 തന്നെയാകാം, അല്ലെങ്കിൽ K2CO3 ആകാം. സ്ട്രോങ് ബേസ് ഏതൊക്കെയാണ്? NaOHും KOHും. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി വീക്ക് ആസിഡ് ഓക്സാലിക് ആസിഡ് ഗിവൺ പ്രൈമറി സ്റ്റാൻഡേർഡ്. എസ്റ്റിമേഷന് തരാവുന്ന വീക്ക് ആസിഡ് അത് ഓക്സാലിക് ആസിഡ് മാത്രമേ ഉള്ളൂ. എസ്റ്റിമേഷന് തരാവുന്ന സ്ട്രോങ് ആസിഡ് ഏതൊക്കെയാണ്? HCl, HNO3, H2SO4. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഇവിടെ പ്രശ്നം എന്തെന്നാൽ ഈ ബേസും കൂടെ റിയാക്ട് ചെയ്യത്തില്ല. അതുപോലെ ഈ ആസിഡും കൂടെ റിയാക്ട് ചെയ്യത്തില്ല. അപ്പോൾ നമ്മുടെ ചലഞ്ച് ആരംഭിക്കുകയായി. സോ നമ്മൾക്ക് ഇവരെ രണ്ടുപേരെയും തമ്മിൽ റിയാക്ട് ചെയ്യിക്കണം അല്ലേ. നേരിട്ട് പറ്റത്തില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക?
ഒരു ഇൻ്റർമീഡിയറ്റ് സൊല്യൂഷൻസ് ചൂസ് ചെയ്യണം. യു ഹാവ് ടു ചൂസ് ആൻ ഇൻ്റർമീഡിയറ്റ് സൊല്യൂഷൻ. ദാറ്റ് ഈസ് യുവർ മെയിൻ ചലഞ്ച്. ഇൻ്റർമീഡിയറ്റ് സൊല്യൂഷൻ എന്തായിരിക്കണം? ഇതുമായിട്ടും റിയാക്ട് ചെയ്യണം, ഇതുമായിട്ടും റിയാക്ട് ചെയ്യണം, അല്ലേ? അപ്പോൾ ഇത് രണ്ടും ബേസ് ആയതുകൊണ്ട് ഇൻ്റർമീഡിയറ്റ് എന്തായിരിക്കണം? ദാറ്റ് ഷുഡ് ബി ആൻ ആസിഡ് ആയിരിക്കണം. പക്ഷേ ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. ഇത് ചില ആസിഡ് ഇവിടെ ബേസ് വീക്ക് ബേസ് ആകാം, സ്ട്രോങ് ബേസ് ആകാം. ഇവിടെ എന്തായാലും വീക്ക് ബേസ് ആണ്. അപ്പോൾ ഇതെല്ലാമായിട്ട് റിയാക്ട് ചെയ്യാൻ ശക്തനായ ഒരു ആസിഡിനെ തന്നെ എടുക്കണം. ദാറ്റ് ഈസ് എ സ്ട്രോങ് ആസിഡ്. സ്ട്രോങ് ആസിഡ് ഷുഡ് ബി ദ ഇൻ്റർമീഡിയറ്റ്. അപ്പോൾ ഇവിടെ വീക്ക് ബേസ് ആയാലും സ്ട്രോങ് ബേസ് ആയാലും നമുക്ക് സ്ട്രോങ് ആസിഡുമായിട്ട് ടൈട്രേറ്റ് ചെയ്യാം. പിന്നെ ഈ സ്ട്രോങ് ആസിഡിനെ ഈ വീക്ക് ബേസുമായിട്ട് ടൈട്രേറ്റ് ചെയ്യാം. പക്ഷേ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ കൊണ്ട് ഇൻ്റർമീഡിയറ്റ് സൊല്യൂഷനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഇൻ്റർമീഡിയറ്റ് സൊല്യൂഷൻ. ഇവിടെ ഇൻ്റർമീഡിയറ്റ് സൊല്യൂഷൻ എന്താണ്? എ സ്ട്രോങ് ആസിഡ്, അല്ലേ? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാൻഡർഡൈസേഷൻ. ഇനി ഇതിൻ്റെ സ്ട്രെങ്ത് അറിഞ്ഞു, നമ്മളിതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തപ്പം ഇതിപ്പം നോൺ ആയി. ദാറ്റ് ഈസ് ദ സ്റ്റാൻഡർഡൈസ്ഡ് സൊല്യൂഷൻ. അപ്പോൾ ഇതിനെ സ്റ്റാൻഡർഡൈസ്ഡ് സൊല്യൂഷൻ എന്ന് വിളിക്കാം. ഇത് സ്റ്റാൻഡേർഡ് സൊല്യൂഷനാണ്. ഇത് സ്റ്റാൻഡർഡൈസ്ഡ് സൊല്യൂഷൻ. സ്റ്റാൻഡർഡൈസ്ഡ് സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ എസ്റ്റിമേഷൻ തന്നിരിക്കുന്നത് നമുക്ക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നിട്ടുള്ള സൊല്യൂഷനാണ് എസ്റ്റിമേഷൻ്റെ സൊല്യൂഷൻ. അപ്പോൾ സ്റ്റാൻഡർഡൈസ്ഡ് ഇൻ്റർമീഡിയറ്റും ഉണ്ട്. നമ്മൾ ഇതിനെ വീണ്ടും ടൈട്രേറ്റ് ചെയ്യണം. ആ സ്റ്റെപ്പിന് നമ്മൾ പറയുന്നത് എസ്റ്റിമേഷൻ ഓഫ് ദ ഗിവൺ സൊല്യൂഷൻ. എസ്റ്റിമേഷൻ ഓഫ് ദി ഗിവൺ സൊല്യൂഷൻ. ഗിവൺ അൺനോൺ സൊല്യൂഷൻ. അൺനോൺ സൊല്യൂഷനാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ 2 സ്റ്റെപ്പാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഒന്ന്, ആദ്യം സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ബുദ്ധിപരമായിട്ടൊരു കാര്യം ചെയ്യണം. അതെന്ന് പറയുന്നത് ഇവർ തമ്മിൽ റിയാക്റ്റ് ചെയ്യുമോ ഇല്ലയോ നോക്കണം. എന്നിട്ട് അവരെ തമ്മിൽ റിയാക്റ്റ് ചെയ്യിക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറ്റിനെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചൂസിങ് എ സ്യൂട്ടബിൾ എന്താണ് സ്യൂട്ടബിൾ ഇൻ്റർമീഡിയറ്റ് സൊല്യൂഷൻ. അപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് സൊല്യൂഷനെ നമ്മൾ ചൂസ് ചെയ്തു. ആ ഇൻ്റർമീഡിയറ്റ് ഇവിടെ രണ്ടും ബേസ് ആണെങ്കിൽ ദാറ്റ് ഷുഡ് ബി എ സ്ട്രോങ് ആസിഡ്. ആ സ്ട്രോങ് ആസിഡിനെ നമ്മൾ പിന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്യും. ഇൻ്റർമീഡിയറ്റിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യും യൂസിങ് ദ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ. നമ്മുടെ പ്രൈമറി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ കൊണ്ട് ഇൻ്റർമീഡിയറ്റിനെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യും. പിന്നെ ആ ഇൻ്റർമീഡിയറ്റിൻ്റെ സ്ട്രെങ്ത് അറിഞ്ഞതിന് ശേഷം ആ സൊല്യൂഷൻ വെച്ചിട്ട് അൺനോൺ ഗിവൺ സൊല്യൂഷനെ എസ്റ്റിമേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഉപയോഗിച്ചിട്ടാണ് യൂസിങ് ദ ഇൻ്റർമീഡിയറ്റ് നമുക്ക് എസ്റ്റിമേഷനുള്ള സൊല്യൂഷനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മൾ പറയാം. നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന സബ്സ്റ്റൻസ് ഒരു വീക്ക് ബേസാണ്. നമുക്ക് ക്വസ്റ്റ്യൻ വരാവുന്നത് വീക്ക് ബേസ് ആകാം, സ്ട്രോങ് ബേസ് ആകാം. എന്ത് തന്നെ ആയാലും ഇത് തമ്മിൽ റിയാക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് അവരെ രണ്ടുപേരെ റിയാക്റ്റ് ചെയ്യിക്കുന്ന ഒരു ഇൻ്റർമീഡിയറ്റിനെ എടുക്കണം. ഇൻ്റർമീഡിയറ്റ് എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. ഒരു പ്രശ്നവുമില്ല, ആരുമായിട്ട് വേണമെങ്കിലും റിയാക്റ്റ് ചെയ്തോളും. അപ്പോൾ നമുക്ക് അതിന് പറ്റിയ ഇൻഡിക്കേറ്ററും ഉപയോഗിക്കാം. വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. രണ്ടും ആസിഡും ബേസും വീക്കാണെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്ററില്ല. ഈ pH ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് കൃത്യമായിട്ട് എൻ പോയിൻ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിന് വേറെ വല്ല മെത്തേഡും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് pH ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുമ്പം നമുക്ക് അറ്റ്ലീസ്റ്റ് 1 സൊല്യൂഷൻ ഷുഡ് ബി എ സ്ട്രോങ് സൊല്യൂഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റിനെ എപ്പോഴും സ്ട്രോങ് ആസിഡ് ആക്കുന്നത്. സ്ട്രോങ് ആസിഡ് അല്ലെങ്കിൽ അടുത്ത കേസിൽ നമ്മൾ സ്ട്രോങ് ബേസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇൻ്റർമീഡിയറ്റ് ഷുഡ് ബി എ സ്ട്രോങ് സൊല്യൂഷൻ. ഇത് ക്ലിയർ ആയെങ്കിൽ നമുക്ക് വേഗത്തിൽ തന്നെ അടുത്ത കേസ് പറയാം. അതായത് നമുക്ക് എസ്റ്റിമേഷന് തന്നിരിക്കുന്ന ഒരു വീക്ക് ആസിഡാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രോങ് ആസിഡ് ആയിരിക്കും.
പക്ഷേ അവിടെ വെയിറ്റ് എടുക്കാൻ തന്നിരിക്കുന്ന പ്രൈമറി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വീക്കാണ്. ആസിഡും ആയതുകൊണ്ട് തന്നെ ഇവർ റിയാക്ട് ചെയ്യത്തില്ല. പിന്നെ വീക്ക് ആസിഡ് ആണെങ്കിൽ ഇൻഡിക്കേറ്റർ ബുദ്ധിമുട്ടുമാണ്. തമ്മിൽ റിയാക്ട് ചെയ്തുകൊണ്ട് പിന്നെ അവിടെ ഇൻഡിക്കേറ്ററിൻ്റെ പ്രശ്നമേ വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവരെ തമ്മിൽ റിയാക്ട് ചെയ്യിക്കാനായിട്ട് ഒരു ഇൻ്റർമീഡിയറ്റ് സൊല്യൂഷനെ എടുക്കണം. ദാറ്റ് ഇൻ്റർമീഡിയറ്റ് ഇപ്പോൾ രണ്ടും ആസിഡ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ഷുഡ് ബി എ സ്ട്രോങ് ബേസ് ആയിരിക്കണം ഇൻ്റർമീഡിയറ്റ്. അപ്പോൾ സ്ട്രോങ് ബേസ് ഏതായിരിക്കും? ഒന്നുകിൽ NaOH അല്ലെങ്കിൽ KOH. ഇവിടെ നമ്മൾ ആസിഡിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. സ്ട്രോങ് ആസിഡ് ആരൊക്കെ ആവാം? HCl ആവാം, HNO3 ആവാം, അതുപോലെ H2SO4 ആകാം. ഇവിടെ 3 ചോയ്സ് ഉണ്ട്. സ്ട്രോങ് ആസിഡായിട്ട് ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് സ്ട്രോങ് ബേസായിട്ട് ഈ സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അത്രയും ഒന്ന് ചുരുക്കി പറയാം. അതായത് ആസിഡ് ബേസ് ടൈട്രേഷനിൽ നിങ്ങൾക്ക് പ്രൈമറി സ്റ്റാൻഡേർഡായിട്ട് ഒന്നുകിൽ സോഡിയം കാർബണേറ്റ് തരും, അതല്ലെങ്കിൽ ഓക്സാലിക് ആസിഡ് തരും, H2C2O4. സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അക്വസ് സൊല്യൂഷൻ ഒരു വീക്ക് ബേസാണ്. ഈ വീക്ക് ബേസ് സോഡിയം കാർബണേറ്റ് ക്രിസ്റ്റൽസ് തരുന്ന സമയത്ത് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ, അതായത് നമ്മളെ കൊണ്ട് ഇത്ര കാര്യങ്ങൾ ചെയ്യിക്കണമെന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് നേരിട്ട് ഇതുമായിട്ട് ഡയറക്റ്റ് റിയാക്ട് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ തരില്ല എന്തായാലും. കാരണം ഒരു 2 സ്റ്റെപ്പ് ടൈട്രേഷനാണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 2 സ്റ്റെപ്പായിട്ട് ടൈട്രേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ബേസിക് സബ്സ്റ്റൻസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഒരു ബേസിനെ ആയിരിക്കും എസ്റ്റിമേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ എസ്റ്റിമേഷന് ഒരു ബേസ് ആയിരിക്കും, സ്റ്റാൻഡേർഡ് സൊല്യൂഷനും ഒരു ബേസാണ്. അപ്പോൾ നമ്മുടെ ജോലി എന്താണ്? വി ഹാവ് ടു ചൂസ് എ സ്ട്രോങ് ആസിഡ് ആസ് ദി ഇൻ്റർമീഡിയറ്റ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമുക്ക് സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്ന സൊല്യൂഷൻ, അതിന് മുമ്പ് നമുക്ക് അടുത്തത് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യും. എന്തായാലും നമ്മളിവിടെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ വെച്ച് അത് സൊല്യൂഷൻ ഉണ്ടാക്കുന്ന വിധങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം. കാരണം വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ആ സൊല്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഇന്ന് നമ്മൾ അടിസ്ഥാനപരമായിട്ട് എന്താണ് ഇവിടെ, എന്ത് പ്രൊസീജിയറാണ്, എന്ത് മെത്തേഡാണ് നമ്മൾ ഈ എസ്റ്റിമേഷന് ഉപയോഗിക്കുന്നത്, ഡബിൾ ടൈട്രേഷൻ മെത്തേഡിൽ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുകയാണ്. അപ്പം സോഡിയം കാർബണേറ്റ് ക്രിസ്റ്റൽസ് തന്നിട്ടുണ്ട്, ഒരു അൺനോൺ, അതായത് സ്ട്രെങ്ത് അറിയാത്ത ബേസ് തന്നിട്ടുണ്ട്. ആ ബേസ് ചിലപ്പോൾ സ്ട്രോങ് ആകാം, വീക്ക് ആകാം, അല്ലേ? അപ്പോൾ എന്താണെങ്കിലും അതൊന്നും നമുക്ക് അറിയുന്നില്ലെങ്കിൽ പോലും നമ്മൾ എടുക്കുന്നത് ഇൻ്റർമീഡിയറ്റ് സ്ട്രോങ് ആസിഡ് ആയിരിക്കണം. 2 ബേസ്. അപ്പോൾ ബേസ്, ആസിഡ്, ബേസ്, ഇതാണ്. ഈ ബേസ് തമ്മിൽ റിയാക്ട് ചെയ്യാത്തതുകൊണ്ട് ഇൻ്റർമീഡിയറ്റ് ആസിഡിനെ നമ്മൾ ചൂസ് ചെയ്തു. ആസിഡ് സ്ട്രോങ് ആയിരിക്കണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത അസിഡിമെട്രി. അതായത് ഇവിടെ ആസിഡ് എസ്റ്റിമേഷനാണ്, ഇത് ബേസ് എസ്റ്റിമേഷനാണ്, ആൽക്കലിമെട്രിയാണ്. ഇവിടെ ദിസ് ഈസ് ആൽക്കലിമെട്രി. ഓക്കെ, ആ ബേസാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇനി ആസിഡാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, അസിഡിമെട്രിയാണ്. അസിഡിമെട്രിയിൽ എന്താ ചെയ്യുന്നത്? ഓക്സാലിക് ആസിഡ് ക്രിസ്റ്റൽസാണ് നമുക്ക് തന്നിട്ടുള്ളത്, അല്ലേ? അതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഫണ്ടമെൻ്റൽ മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ ഓക്സാലിക് ആസിഡ് ക്രിസ്റ്റൽസ് തന്നാൽ നമുക്ക് എസ്റ്റിമേഷന് തരുന്നതും ആസിഡ് ആയിരിക്കും. ആസിഡ് എന്ന് പറയുന്നത് വീക്ക് ആസിഡ് ആകാം, സ്ട്രോങ് ആസിഡ് ആകാം. അപ്പോൾ എന്ത് തന്നെ ആയാലും 2 ആസിഡുകളായതുകൊണ്ട് ഇത് വീക്ക് ആസിഡാണ്, അല്ലേ? 2 ആസിഡുകളായതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒരു സ്ട്രോങ് ബേസിനെ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ശരിക്കും നമ്മൾ എഴുതിയത്, അതായത് എസ്റ്റിമേഷനുള്ള സൊല്യൂഷൻ എഴുതി, പിന്നെ നമുക്ക് പ്രൈമറി സ്റ്റാൻഡേർഡ് ഇവിടെ എഴുതി. അത് ശരിക്കും ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് ഫ്രം നോൺ ടു അൺനോൺ. പ്രൈമറി സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസിൽ നിന്ന് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കും. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ വെച്ചിട്ട് സ്റ്റാൻഡർഡൈസേഷൻ നമ്മൾ ചെയ്യും. സ്റ്റാൻഡർഡൈസേഷൻ കഴിഞ്ഞിട്ട് എസ്റ്റിമേഷൻ ചെയ്യും. അപ്പോൾ ആക്ച്വലി സ്റ്റെപ്പ് ഇങ്ങനെയാണ് വരുന്നത്. പ്രൈമറി സ്റ്റാൻഡേർഡിനെ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ആക്കും. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ ഇൻ്റർമീഡിയറ്റ് സൊല്യൂഷനെ സ്റ്റാൻഡർഡൈസ് ചെയ്യും. സ്റ്റാൻഡർഡൈസ് ഇൻ്റർമീഡിയറ്റ്, ദെൻ ഇൻ്റർമീഡിയറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ഗിവൺ അൺനോൺ സൊല്യൂഷനെ എസ്റ്റിമേറ്റ് ചെയ്യും. സോ എസ്റ്റിമേഷൻ. അപ്പം ഇത്
ഇവിടത്തേക്ക് വരുമ്പോൾ നമുക്കിനി ഒരു കാൽക്കുലേഷൻ ഉണ്ട്, വെയിറ്റ് കാൽക്കുലേഷൻ. ഇവിടെ ഫൈനലി നമുക്കൊരു മാസ് കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ 2 കാൽക്കുലേഷൻ സ്റ്റെപ്സ് തുടക്കത്തിലും അവസാനത്തിലും ഉണ്ട്. ഈ കാൽക്കുലേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വെയിങ് ഉണ്ട്, വെയിറ്റ് എടുക്കാനുണ്ട്. വെയിങ് കഴിഞ്ഞിട്ട് പ്രൈമറി സ്റ്റാൻഡേർഡിൻ്റെ പ്രിപ്പറേഷനുണ്ട്. അങ്ങനെ ഇത്രയും സ്റ്റെപ്സ് കഴിയുമ്പോഴാണ് നമുക്ക് പ്രൈമറി സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ കിട്ടുന്നത്. ആ പ്രൈമറി സ്റ്റാൻഡേർഡ് സൊല്യൂഷനെ നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നു. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് സൊല്യൂഷൻ. ഇൻ്റർമീഡിയറ്റ് സൊല്യൂഷൻ ഇസ് ദ സെക്കൻഡ് സൊല്യൂഷൻ. എസ്റ്റിമേഷൻ സൊല്യൂഷൻ ഇസ് ദ തേർഡ് സൊല്യൂഷൻ. ഈ 3 സൊല്യൂഷൻസും വെച്ചിട്ടാണ് നമ്മൾ ടൈട്രേഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് സ്റ്റാൻഡർഡൈസേഷൻ. സെക്കൻഡ് സ്റ്റെപ്പ് ഇതാണ് എസ്റ്റിമേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ അടുത്തത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇത് അതിൻ്റെ ഫണ്ടമെൻ്റൽസാണ്. ഇനി നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ആക്ഷൻ, അതുപോലെ തന്നെ വെയിറ്റ് കാൽക്കുലേഷൻ, പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ, പിന്നെ സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാകുന്ന കളർ ചേഞ്ച്, ഇൻഡിക്കേറ്റർ സെലക്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീണ്ടും അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.